വീണ്ടും വാർത്തകളിലേക്ക്. കോഴിക്കോട് തിരുവമ്പാടിയിൽ KSEB ജീവനക്കാരെ യൂത്ത് കോൺഗ്രസ് നേതാവ് ആക്രമിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് ജീവനക്കാരുടെ കൂട്ടായ്മ. അജ്മലിന്റെ മാതാവ് ജീവനക്കാർക്കെതിരെ നൽകിയത് വ്യാജ പരാതിയാണെന്നും ജീവനക്കാർ ആരോപിച്ചു. എന്നാൽ ജീവനക്കാരുടെ ആരോപണങ്ങൾ നിഷേധിച്ച അജ്മലിന്റെ മാതാവ് മറിയം മാനനഷ്ട കേസ് നൽകുമെന്നും വ്യക്തമാക്കി. അതേസമയം KSEBയുടെ നടപടിക്കെതിരെ CPIM തിരുവമ്പാടി ഏരിയ കമ്മിറ്റി രംഗത്ത് വന്നു. കോഴിക്കോട് ജില്ലയിലെ KSEB ജീവനക്കാരുടെ കൂട്ടായ്മയാണ് തിരുവമ്പാടിയിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത്. സുരക്ഷിതമായി തൊഴിലെടുക്കാൻ സാഹചര്യം വേണമെന്നും അതിന് പോലീസും ജനപ്രതിനിധികളും നാട്ടുകാരും സഹകരിക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. അജ്മലിന്റെ മാതാവ് നൽകിയ പരാതി വ്യാജമാണെന്നും നിയമപരമായി നേരിടുമെന്നും ജീവനക്കാർ. ആ കേസ് വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല. ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് എവിടെയാണോ അവിടെ കാര്യമായിട്ടാണ് ഡിസ്കണക്ട് ചെയ്യുന്നത്. ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇദ്ദേഹം മലിനം ജലം നിറച്ച ബക്കറ്റുമായി വരുന്നത് ആലോചിച്ചുറപ്പിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ചെയർമാന്റെ നിർദ്ദേശപ്രകാരം അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെയും ജീവനക്കാർ ന്യായീകരിച്ചു. എന്നാൽ മാനനഷ്ടത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അജ്മലിന്റെ കുടുംബം. ജീവനക്കാർക്കെതിരെ നൽകിയ പരാതിയിലും ഉറച്ചു നിൽക്കുന്നു. മാനനഷ്ട കേസ് കൊടുക്കുന്നുണ്ടോ? മാനനഷ്ട കേസ് കൊടുക്കും. ഞങ്ങൾക്ക് വന്ന് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. മാനനഷ്ടമുണ്ട്, സാമ്പത്തിക നഷ്ടങ്ങളുണ്ട്. കള്ളക്കേസ് അങ്ങനെ കൊടുക്കുമോ? ആ ലൈൻമാൻ പ്രശാന്തിന് ഉമ്മനെ TV കണ്ട പരിചയമുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. അതും അയാൾ വെറുതെ പറയണതാ. അയാൾക്കിപ്പോൾ അങ്ങോട്ട് പറഞ്ഞൂടെ എന്നെ കണ്ടില്ല അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. മാനുഷിക പരിഗണന വെച്ചാണ് സർക്കാർ ഇടപെട്ടതെന്ന് CPIM പ്രാദേശിക നേതൃത്വം. ബിജു പ്രഭാകർ എന്ന് പറയുന്ന IAS-കാരൻ ചെയ്തതിന്റെ കുറ്റമൊന്നും ഇപ്പോൾ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയില്ല. സർക്കാർ അത് അംഗീകരിക്കുന്നില്ല. ഞങ്ങളെ മുന്നണിയും അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഡിസ്കണക്ട് ചെയ്തത്. കണക്ട് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനമാണ്, സർക്കാർ തീരുമാനമാണ്. ഡിസ്കണക്ഷൻ ഒരാള് അക്രമം നടത്തി എന്നുള്ളത് കൊണ്ട് ആ തീരുമാനം വെച്ച് ഡിസ്കണക്ട് ചെയ്ത കറണ്ട് പുനഃസ്ഥാപിക്കാൻ സർക്കാർ തീരുമാനമാണ്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ LDF തിരുവമ്പാടിയിൽ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.